നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. കുട്ടികളിലെ ശ്വാസകോശ രോഗങ്ങളെക്കുറിച്ചാണ്, അതുപോലെ തന്നെ അവയുടെ പ്രതിരോധത്തെക്കുറിച്ചുമാണ്, ചികിത്സാ രീതികളെക്കുറിച്ചൊക്കെയാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ സംസാരിക്കാനായി എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ SAT ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ KC ശ്രീജിത്താണ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം ഡോക്ടർ, കുട്ടികളിലെ പൊതുവെ കണ്ടുവരുന്ന ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ അതെന്തൊക്കെയാണ്? നമസ്കാരം. അപ്പം കുട്ടികളിലെ ശ്വാസകോശ ലങ്സ് സംബന്ധമായ രോഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം പറയാനുണ്ട്. നമ്മൾ സാധാരണത്തെ അസുഖങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഏതൊരു ആശുപത്രിയുടെയും ഡാറ്റ പരിശോധിക്കുകയാണെങ്കിൽ ഒരു 50 മുതൽ 60% രോഗങ്ങൾ ലങ്സ് സംബന്ധമായ അസുഖങ്ങളാണ് സാധാരണ വരുന്നത്. അതേ അസുഖം ഈ ഡാറ്റ തന്നെയാണ് ഏതാണ്ട് ഇൻ പേഷ്യൻറ്റും അതേപോലെ കിടപ്പ് രോഗികളിലും അതേപോലെ ഔട്ട് പേഷ്യൻ്റ് രോഗികളിലും ഇതേ ഒരു അളവിലാണ് കാണുന്നത്. പിന്നെ ചില സീസണുകളിൽ ഈ തോത് കുറച്ചുകൂടെ കൂടാനാണ് സാധ്യത. എന്നിരുന്നാലും ഒട്ടും കുറയാറില്ല. പ്രധാനമായിട്ടും നമുക്ക് ശ്വാസകോശ രോഗങ്ങളെ നമുക്ക് 2 വിഭാഗം രോഗങ്ങളാണ് വളരെ കോമൺ ആയിട്ട് കുട്ടികളിൽ കാണുന്നത്. ഒന്ന് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ഇൻഫെക്ഷൻസ് ആണ്. പലതരം രോഗാണുക്കളെ കൊണ്ടുള്ള ഇൻഫെക്ഷൻസ് ആണ്. അത് ബാക്ടീരിയ കൊണ്ടാവാം, വൈറസ് കൊണ്ടാകാം, ഇല്ലെങ്കിൽ ഫംഗസ് കൊണ്ടാവാം. അങ്ങനെ മറ്റൊരു പ്രധാനപ്പെട്ട വിഭാഗം അലർജി സംബന്ധമായ രോഗങ്ങളാണ്. അതായത് അലർജിക് റൈനൈറ്റിസ്, ആസ്മ പോലുള്ള രോഗങ്ങൾ. പിന്നീട് പറയാൻ പറ്റുന്ന വിഭാഗങ്ങൾ ഇത് രണ്ടുമാണ് ഏതാണ്ട് ഒരു 90% കുട്ടികളെയും രോഗാവസ്ഥയിൽ എത്തിക്കുന്ന അസുഖങ്ങൾ. പിന്നീട് കുട്ടികളെക്കുറിച്ച് പറയുന്നതായതുകൊണ്ട് ജനിതകമായ വൈകല്യങ്ങൾ വളരെ കുറച്ച് കുഞ്ഞുങ്ങളെ ബാധിക്കാം. അതേപോലെ കൺജനിറ്റൽ ഡിസോർഡർ, അതായത് ജന്മനാ തന്നെ വൈകല്യങ്ങൾ, അതേപോലെ നെഞ്ച് കൂടിനുള്ള അസുഖങ്ങൾ, അങ്ങനെ പലതര വിഭാഗത്തിലുള്ള രോഗങ്ങളുണ്ട്. അപ്പം ഇത് എല്ലാത്തിനെയും കൂടി പറയാൻ നമുക്ക് ഈ സമയം തികയില്ല. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻസും അല്ലാതെ അണുബാധകളും അതേപോലെ അലർജി രോഗങ്ങളുമാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. അതിൽ തന്നെ നമുക്ക് കൂടുതലുള്ളത് ഈ ലോവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആണ്. അതായത് ന്യൂമോണിയ, അതേപോലെ അലർജി സംബന്ധമാണെങ്കിൽ സിവിയർ ആസ്മ രോഗങ്ങൾ, അതൊക്കെയാണ് കൂടുതൽ അപകട സാധ്യത കൂടുതലുള്ള രോഗങ്ങൾ. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ HMPV രോഗം, അതിപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ കുറച്ചായി കേട്ടുവരുന്ന ഒരു രോഗമാണ്. അത് കുട്ടികളിൽ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ കഴിയുമോ? ആദ്യമായി പറയട്ടെ, നമ്മുടെ HMPV അല്ലെങ്കിൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ഇപ്പോൾ നമുക്ക് ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വായിക്കാൻ കിട്ടുന്നൊരു അസുഖമാണ്. പക്ഷേ യാഥാർത്ഥ്യം പറയുകയാണെങ്കിൽ ഇതൊരു പുതിയ രോഗമേ അല്ല, ഇതൊരു പുതിയ രോഗാണുവുമല്ല. നമ്മുടെ ഈ HMPV അല്ലെങ്കിൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ഏതാണ്ട് 2001 തന്നെ ഇവിടെ ശാസ്ത്രകാരന്മാർ കണ്ടെത്തിയിട്ടുള്ള ഒരു അസുഖമാണ്, ഒരു വൈറസാണ്. ശരിക്കും നമ്മൾ 1950കളിൽ നെതർലാൻഡ്സിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലും സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്രവങ്ങളിൽ നിന്നാണ് ഈ വൈറസ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ വൈറസ് ഒരു പുതിയ വൈറസേ അല്ല, പകരം വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വൈറസ് തന്നെയാണ്. നമ്മുടെ കേരളത്തിലും ഈ HMPV മെറ്റാന്യൂമോ വൈറസ് മുമ്പും കണ്ടെത്തിയിട്ടുണ്ട്. അത് വളരെ വിരളമായിട്ടേ കണ്ടെത്തിയിട്ടുള്ളൂ. ഏതാണ്ട് നമ്മുടെ പബ്ലിക് ഹെൽത്ത് ലാബിൽ വരെ അത് കണ്ടെത്തിയിട്ടുണ്ട്. അത് ഏതാണ്ട് ഒരു 10ൽ താഴെ കേസുകളൊക്കെ നമുക്ക് കണ്ടെത്തിയിട്ടുള്ളൂ. പക്ഷെ അത് ഒന്നും വലിയ ഗുരുതര സ്വഭാവമുള്ള രീതിയിലേക്ക് അസുഖം കൊണ്ടു ചെന്ന് എത്തിക്കുകയോ ഇല്ലെങ്കിൽ കുട്ടികളെ കിടപ്പിലാക്കുന്ന അവസ്ഥ ഉണ്ടാക്കുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് പരിചിതമായ അസുഖം തന്നെയാണ്, മുമ്പും വന്നിട്ടുള്ളതാണ്, ഇപ്പോഴും വരുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും ഈ ഒരു കേരളത്തിലോ SATയിലോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. കുറച്ച് കാലം മുമ്പ് നമുക്ക് ഈ വൈറസ് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുമുണ്ട്. അടുത്ത് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അങ്ങനെ HMPV അസുഖങ്ങൾ കൂടുതലായി എന്ന് പറയാൻ ഒരു ഡാറ്റയും നമ്മുടെ കൈവശമില്ല. നമ്മുടെ ഇപ്പോഴത്തെ ഒരു പേടിയെന്ന് പറയുന്നത് നമ്മൾ ചൈനയിൽ നിന്ന് ഈ ഒരു രോഗം വന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പേടി. ഇപ്പം നമ്മളെല്ലാവരും ആലോചിക്കുന്നത് ചൈനയിൽ മുമ്പ് അവിടെ വന്നൊരു രോഗമാണല്ലോ കൊറോണ. അപ്പോൾ കൊറോണയുടെ
ഒരു മറ്റൊരു പുതിയ കൊറോണയാണോ എന്നൊക്കെയാണ് ആൾക്കാരുടെ ഒരു പൊതുവെയുള്ളൊരു പേടി. പക്ഷേ അത് തീർത്തും അങ്ങനെയല്ല. കാര്യം ഇതൊരു കൊറോണ ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ വൈറസായിരുന്നു. അതിൻ്റെ ജനിതക ഘടനയൊക്കെ വ്യത്യാസമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന വൈറസ് ഈ പറഞ്ഞ പഴയ വൈറസ് തന്നെയാണ്. ഈ പറഞ്ഞ പുതിയ ജനിതക മാറ്റം ഒന്നും വന്നിട്ടില്ല. അത് WHO ഈ അടുത്ത് തന്നെ വ്യക്തമാക്കുകയുണ്ടായി. സാധാരണ കാണുന്ന ഒരു തോതിൽ നിന്ന്, സാധാരണ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫെക്ഷൻ റേറ്റ് എന്ന് പറയാനുണ്ട്. എല്ലാ അസുഖങ്ങളും ഒരു കൃത്യ അളവിൽ സമൂഹത്തിലുണ്ടാവാറുണ്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റേറ്റിൽ നിന്ന് കൂടുതലായിട്ട് ഒരു അവസ്ഥ ഈവൻ ചൈനയിൽ പോലും ഇല്ല. അപ്പം അങ്ങനെ ചൈനയിലില്ല, നമ്മുടെ നാട്ടിലുമില്ല. അപ്പം ഒരു എന്താ പറയുക, ഒരു മാധ്യമങ്ങളിൽ മാത്രമുള്ള ഒരു സർജാണെന്ന് വേണം പറയാൻ. വളരെ വ്യക്തമാണ് ഡോക്ടർ. ഒരുപാട് ആശങ്കകൾക്കുള്ള ഒരു മറുപടിയാണ് ഡോക്ടർ ഇപ്പോൾ നൽകിയത്. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളിൽ ഇപ്പോൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന കുറച്ച് ശ്വാസകോശ രോഗങ്ങളുണ്ട്. അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ കഴിയുമോ? ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥിതിക്ക് സാധാരണയായി കണ്ടുവരുന്ന ശ്വാസകോശ രോഗങ്ങളിൽ പ്രധാനമായിട്ടും 2 വിഭാഗങ്ങളാണ്. ഒന്ന് ഇൻഫെക്ഷൻസ് ആണ്, 2 ഈ അണുബാധകളാണ്, 2 അലർജി മൂലമുള്ളതാണ്. ഈ ഇൻഫെക്ഷൻസ് രോഗങ്ങളെ നമുക്ക് പ്രധാനമായിട്ട് 2 രീതിയിൽ തരംതിരിക്കാം. ഒന്ന് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, 2 ലോവർ റെസ്പിറേറ്ററി. അപ്പർ റെസ്പിറേറ്ററി എന്ന് പറഞ്ഞാൽ മനസ്സിലാകാൻ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഒരു തൊണ്ടയുടെ മേളിൽ വരുന്ന ഭാഗങ്ങൾക്കുള്ള ഇൻഫെക്ഷൻ നമുക്ക് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്ന് പറയാം. ആ തൊണ്ടയ്ക്ക് താഴെ ഇല്ലെങ്കിൽ കഴുത്തിന് താഴെയുള്ള ഇൻഫെക്ഷൻസ് ലോവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് പറയാം സാധാരണയായി കാണുന്ന ജലദോഷപ്പനിയിലെ ജലദോഷം, അതേപോലെ സൈനസൈറ്റിസ്, തൊണ്ടവേദന, ചെവി പഴുപ്പ്, അങ്ങനെയുള്ള രോഗങ്ങളൊക്കെയാണ് സാധാരണ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്. ഇത് സാധാരണ നമുക്ക് പറയുന്ന പോലെ ഒരു ഗുരുതര സ്വഭാവമുള്ള ഒരു രോഗമല്ല. പക്ഷേ എന്നിരുന്നാലും കുറച്ച് ദിവസം സ്കൂൾ മുടങ്ങാനും ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കാനും ഒക്കെ ഉതകുന്ന രോഗമാണ്. അല്ലാതെ അതിന് ഈ ജീവന് ആപത്തുണ്ടാകുന്ന തരം അസുഖങ്ങളല്ല. എന്നാൽ ഈ ലോവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് തൊണ്ടയ്ക്ക് താഴെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ലാരിങ്സിന് താഴെ ഉണ്ടാകുന്ന അസുഖങ്ങളിൽ നിന്ന് പ്രധാനമായിട്ടും പറയാനുള്ളത് ന്യൂമോണിയ തന്നെയാണ്. ബ്രോങ്കോ ന്യൂമോണിയ, ലോബ ന്യൂമോണിയ, അല്ലെങ്കിൽ ബ്രോങ്കിയോളൈറ്റിസ് എന്നൊക്കെ പറയുന്നതൊക്കെയുള്ള ഗുരുതരമായ സ്വഭാവമുള്ള രോഗങ്ങൾ ആണ് പ്രധാനമായിട്ടും. പിന്നീടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസ്മ രോഗിതയാണ്. ആസ്മ എല്ലാ സീസണിലുമുണ്ട്. പിന്നെ തണുപ്പ് സമയത്ത് പൊതുവെ ഇത്തരം രോഗങ്ങൾ കൂടുതലാണ്. ഈ പറഞ്ഞ ഈ ശ്വാസകോശ സംബന്ധമായ അണുബാധകളും അതേപോലെ ആസ്മ രോഗികളും കൂടുതലാണ്. ആസ്മ രോഗികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ കോവിഡ് മുമ്പ്, ഇപ്പോൾ നമ്മുടെ മിക്കവാറും കുട്ടികൾക്ക് മുമ്പ് കോവിഡ് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബാധിച്ച കുട്ടികൾക്കൊക്കെ ഇപ്പം ആസ്മ കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇല്ലെങ്കിൽ ആസ്മ രോഗികളുടെ ചികിത്സ വെച്ചാലും ചുമ മാറാൻ കുറച്ച് താമസിക്കുന്നതായിട്ടും ഇല്ലെങ്കിൽ മരുന്ന് കൊടുത്തിട്ടും അത്ര പെട്ടെന്ന് കുറയാത്ത രീതിയുമൊക്കെ കാണുന്നുണ്ട്. പ്രധാന പ്രശ്നങ്ങൾ ഈ പറഞ്ഞ ന്യൂമോണിയയും അതേപോലെ വിട്ടുമാറാത്ത ചുമ ഇല്ലേ ആസ്മ പോലുള്ള പ്രശ്നങ്ങളുമാണ്. വളരെ വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ ഈ ഒരു തണുത്ത കാലത്ത്, അപ്പോൾ ഈ ഒരു തണുത്ത കാലത്ത് കുട്ടികളിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായ ഒരുപാട് രോഗങ്ങൾ വരാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? നമ്മൾ തണുപ്പ് കാലം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മൾ നേരത്തെ പറഞ്ഞ ഡാറ്റ പറഞ്ഞതുപോലെ തണുപ്പ് കാലത്ത് ഈ ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ തണുപ്പ് സമയത്ത് ഹ്യൂമിഡിറ്റിയുടെ വ്യത്യാസം കൊണ്ടും ഈ പറഞ്ഞ അതേപോലെ ഈ തണുപ്പ് സമയത്ത് പല രോഗാണുക്കൾക്കും കൂടുതൽ നേരം ഈ പ്രതലങ്ങളിൽ ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ കൂടുതൽ രോഗം മറ്റുള്ളവർക്ക് പകരാനുള്ള സാധ്യതയും കൂടുതലാണ്. അതേപോലെ നമ്മൾ തണുപ്പ് സമയത്തൊക്കെ പൊതുവേ വെന്റിലേഷൻ കുറവായിരിക്കും, കുട്ടികൾ കൂടുതലും വീട്ടിനകത്തായിരിക്കും. അപ്പം മറ്റ് അസുഖമുള്ള മറ്റുള്ളവരുമായിട്ട് ഇടപെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ട് തന്നെ തണുപ്പ് സമയത്ത് പൊതുവേ അസുഖങ്ങൾ കൂടുതലായിരിക്കും, ഈ പറഞ്ഞ ഈ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പം അസുഖമുള്ള സമയത്ത് അസുഖമുള്ള വലിയവരായാലും മുതിർന്നവരായാലും കുട്ടികളെ ആണെങ്കിൽ സ്കൂളിൽ വിടാതിരിക്കുക. അപ്പോൾ ചെറിയ ജലദോഷവും ഒക്കെ ആയിട്ട് മരുന്നുകളുമായിട്ടൊക്കെ സ്കൂളിൽ വിടുന്ന ഒരവസ്ഥ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അസുഖമുണ്ടെങ്കിൽ കുട്ടിയെ വീട്ടിലിരുത്തുക, നന്നായി ജലദോഷവും പനിയും ഒക്കെ മാറിയ ശേഷം മാത്രം സ്കൂളിൽ വിടുക. അപ്പോൾ അത് മറ്റു പിള്ളേർക്ക് കൂടുതൽ പകർന്ന് എല്ലാവർക്കും അസുഖം ബാധിക്കുന്നൊരവസ്ഥയിലേക്ക് അത് പോകുന്നൊരവസ്ഥയുണ്ടാകും. സോ അത് ഒഴിവാക്കുക, മറ്റുള്ളവർക്ക് പകരുന്നത് ഒഴിവാക്കുക.
പിന്നെ നമ്മൾ കൊറോണ കാലത്ത് പഠിച്ചതുപോലെ ഈ വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ പറഞ്ഞ മാസ്ക് ഈ പറഞ്ഞാലും നമുക്ക് പറയാറില്ല, പക്ഷേ എന്നിരുന്നാലും ഈ പറഞ്ഞ ഈ ക്രൗഡഡ് പ്ലേസിലൊക്കെ ഈ പറഞ്ഞ തിരക്ക് നിറഞ്ഞ സ്ഥലങ്ങളിലും ഉള്ള അങ്ങനെ ഇല്ല മറ്റ് തിങ്ങി നിറഞ്ഞ ആൾക്കാർ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഒഴിവാക്കാൻ പറ്റാവുന്നതൊക്കെ ഒഴിവാക്കുക. ഇല്ലെങ്കിലും അങ്ങനത്തെ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് നല്ലതാണ്. അതേപോലെ ഒരു 20 സെക്കൻഡ് ഹാൻഡ് വാഷിങ് കൈ കഴുകുന്നത്. കാര്യം കൈകളിലൂടെ മിക്കവാറും പ്രതലങ്ങളിൽ കൂടെയാണ് പല രോഗാണുക്കളും വരുന്നത്. അപ്പം അസുഖമുള്ള സ്ഥലത്ത് കുട്ടികൾ സ്പർശിച്ചതിന് ശേഷം വായിലും മൂക്കിലും തൊടുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും ഈ രോഗാണുക്കൾ കൂടുതലായിട്ട് പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുക. പിന്നെ ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രത്യേക കുട്ടികളുണ്ട്. അതായത് ഈ ചില കുട്ടികൾ മാസം തികയാതെ പ്രസവിച്ച കുട്ടികൾ, അതായത് പ്രിമച്വർ ബേബീസ്, അതേപോലെ ജനിക്കുമ്പോൾ തന്നെ തൂക്കക്കുറവുണ്ടായിരുന്ന കുട്ടികൾ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ കുട്ടികൾക്ക് ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള കുട്ടികളുണ്ട്, ചില രോഗപ്രതിരോധ ശേഷി കുറവുള്ള കുട്ടികളുണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇപ്പം ക്യാൻസറിന് ചികിത്സ എടുക്കുന്ന കുട്ടികൾ, അപ്പോൾ കിഡ്നി സംബന്ധമായ അസുഖമുള്ള കുട്ടികൾ, സ്റ്റീറോയിഡ് മരുന്ന് കഴിക്കുന്ന കുട്ടികൾ. അപ്പോൾ അങ്ങനെ ഒരു വിവരം കുട്ടികൾക്ക്, ഇത്തരം കുട്ടികളെ സാധാരണ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അസുഖം വരുന്ന ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത്, ഈ ഒരു തണുത്ത ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ആസ്മ രോഗം പോലുള്ള രോഗങ്ങളുള്ള കുട്ടികൾ, അവരോട് എന്താണ് പറയാനുള്ളത്? അത്തരം കുട്ടികളുടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഈ തണുപ്പ് സമയത്ത് ഇല്ലെങ്കിൽ ആസ്മ രോഗം ഉള്ള കുട്ടികളിൽ നമ്മൾ രോഗം അധികരിക്കാനുള്ള സാധ്യത, ഒരു എക്സാസെർബേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ആസ്മ രോഗികളെ നമ്മൾ രോഗം പരിശോധിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മിക്കവാറും അവർക്ക് ഇൻഹേലർ ചികിത്സയോ ഇല്ലെങ്കിൽ ചില പൊടിമരുന്നുകൾ വലിക്കാനൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള മരുന്നുകൾ, ആ ഇൻഹേലർ ചികിത്സയൊക്കെ വളരെ കൃത്യമായി ഉപയോഗിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ചിലപ്പം കുട്ടിക്ക് ഈ ചൂട് കാലത്ത് അസുഖം വളരെ കൺട്രോൾഡായിട്ട് ഇരിക്കുന്നൊരവസ്ഥയായിരിക്കും. പക്ഷേ അത് ഈ തണുപ്പ് കാലമാകുമ്പോൾ പിന്നെ അത് ഒരു എക്സാസെർബേഷനിലേക്ക് പോകാം, ഇല്ലെങ്കിൽ അസുഖം പിന്നീട് രണ്ടാമത് വരാനുള്ളൊരു സാധ്യത കൂടുതലായിട്ട് വരാം. അത് സമയത്ത് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അസുഖം ഈ പറഞ്ഞ ചികിത്സയിൽ മുടക്കം വരുത്തരുത്. അപ്പോൾ നമ്മൾ രോഗം കൺട്രോൾഡായിട്ട് ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാലും നമ്മൾ ആ ചികിത്സ നമ്മൾ പറയുന്ന അളവിൽ നിർദ്ദേശിച്ച് തന്നെ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മരുന്ന് കഴിച്ച് ഇല്ലെങ്കിൽ ഇൻഹേലർ ചികിത്സ എടുത്ത് മുന്നോട്ട് പോകാറുണ്ട്. പിന്നീട് സാധാരണ നമ്മൾ ഈ ഇൻഹേലർ ചികിത്സ പലപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഡോസ് കുറച്ച് കൊണ്ടുവരാറുണ്ട്. നമ്മൾ സാധാരണ ഡോസ് കുറച്ച് ആണ് നമ്മൾ അതിൻ്റെ മരുന്നിൻ്റെ ചികിത്സ അവസാനിപ്പിക്കുന്നില്ല, ചികിത്സ നിർത്തുന്നത്. അപ്പോൾ പലപ്പോഴും നമുക്ക് തണുപ്പ് സമയത്ത് അങ്ങനെ ഡോസ് കുറയ്ക്കാൻ സാധിക്കാറില്ല. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആ സമയത്ത് കുറച്ച് ആ ഡോസ് തന്നെ, ഒരേ ഡോസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ചിലപ്പം ആ ഡോസ് ഒരല്പം കൂട്ടേണ്ടിയും വരും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുൻകരുതലുകൾ എടുക്കാം. അതേപോലെ ഇപ്പം ഫലപ്രദമായ പല വാക്സിനുകളും അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് ഒട്ടുമിക്ക പ്രധാനപ്പെട്ട വാക്സിനുകളെല്ലാം സർക്കാർ സൗജന്യമായി തന്നെ നൽകുന്നുണ്ട്. എന്നിരുന്നാലും ചിലപ്പം ഈ ആസ്മ പോലുള്ള കുട്ടികൾക്ക് നമുക്ക് ഇൻഫ്ലുവൻസ എന്നൊരു വാക്സിൻ അവൈലബിൾ ആണ്. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. കാട്ടാക്കടയിൽ നിന്നും ഗംഗയാണ്. ഗംഗ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എൻ്റെ മോന് 7 വയസ്സായി. ഇൻഹേലർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നിർത്തിയായിരുന്നു. ഒരു 6 മാസം കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ 1 മാസം കൊണ്ട് ഒരു രാവിലെ 6 മണിയൊക്കെ ആവുമ്പോൾ ഒരു വല്ലാത്ത ചുമയാണ്. കഫം ഒന്നും വരുന്നില്ല, ചുമച്ചിട്ടങ്ങ് ഛർദ്ദിക്കും. പിന്നെ ലവോലിൻ്റെ ഇൻഹേലർ ഉപയോഗിക്കുമ്പോൾ കുറവുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ വ്യക്തമാണ്, മനസ്സിലായി എന്താ സംഭവിച്ചതെന്ന്. അപ്പം കുട്ടിക്ക് ആസ്മ രോഗമായിരുന്നു, വളരെ കാലമായി ചികിത്സയിലായിരുന്നു, വളരെ ഫലപ്രാപ്തി കിട്ടി, മരുന്ന് നിർത്താൻ വരെ സാധിച്ചു. പക്ഷേ ഈ തണുപ്പ് കാലമായപ്പോൾ പിന്നെയും പ്രശ്നം തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം സാധാരണഗതിയിൽ ഈ വെളുപ്പാൻ കാലത്തുള്ള ചുമ, വരണ്ട ചുമ, ചുമച്ച് ഛർദ്ദിക്കുക എന്നുള്ള സംഭവങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു ആസ്മ രോഗത്തിൻ്റെ തന്നെ ഇല്ലെങ്കിൽ വലുവിൻ്റെ തന്നെ ആരംഭമോ തുടക്കമോ ആണ്, ഇല്ലെങ്കിൽ അതിൻ്റെ തന്നെ രോഗലക്ഷണങ്ങളാണ്.
അപ്പോൾ നമുക്ക് ചിലപ്പം ഈ അസുഖം ഇനി ഈ രീതിയിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു വലിവിലേക്കോ ശ്വാസം മുട്ടിലേക്കോ പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്രയും അടുത്തുള്ളൊരു ശിശുരോഗ വിദഗ്ധനെ കണ്ട് പരിശോധിപ്പിച്ച് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു തണുപ്പ് കാലത്തേക്ക് വേണ്ടി മാത്രമായിട്ട് വേണമെങ്കിൽ ഇൻഹേലർ ചികിത്സ തിരിച്ച് തുടങ്ങുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. അപ്പം ഈ ഡെയിലി ഈ രാവിലെ എഴുന്നേറ്റ് ശ്വാസം മുട്ടോടെ ചുമയ്ക്കുന്ന അവസ്ഥ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നമുക്ക് പണ്ടത്തെ പോലെ ദീർഘകാലം ചികിത്സ തുടരേണ്ട, തണുപ്പ് കാലം മാറുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഡോസ് കുറച്ച് നമുക്ക് അത് മരുന്ന് അവസാനിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ തിരിച്ച് അടുത്തുള്ളൊരു ശിശുരോഗ വിദഗ്ധനെ കാണിച്ച് ചികിത്സ റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. പിന്നെ വേറൊരു കാര്യം, ചിലപ്പം ഈ പലപ്പോഴും കുട്ടിക്ക് ചുമ കൂട്ടാനുള്ള സാഹചര്യം വീട്ടിലുണ്ടോ എന്നുകൂടെ ശ്രദ്ധിക്കണം. മിക്കവാറും ഈ പൊടി പുകയൊക്കെ തന്നെയാണ് ഈ കുട്ടികൾക്ക് വളരെ കൺട്രോൾഡായിരുന്ന സംഭവം പിന്നീട് ഉണ്ടാകുന്നത്. ചിലപ്പം ഈ ഇടയ്ക്ക് നിങ്ങൾ വീട് മാറുകയോ ഇല്ലെങ്കിൽ കുട്ടി ഇരിക്കുന്ന മുറിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയോ അത് ഇല്ലെങ്കിൽ സിഗരറ്റ് പുക ഇല്ലെങ്കിൽ ഈ വളർത്തുമൃഗങ്ങൾ പട്ടി പൂച്ച അങ്ങനെയുള്ള വളർത്തുമൃഗങ്ങളുമായുള്ള സമ്പർക്കം, അപ്പം അതൊക്കെ ചിലപ്പം ഈ അസുഖം കൂട്ടുന്നുണ്ടാവും. അപ്പോൾ അയാളുടെ കുട്ടിയുടെ പൊതു എൻവയോൺമെൻറ്റിൽ അയാളുടെ പരിസരത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ വന്നോ എന്നും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ അത്തരം പരിസരങ്ങളിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കറക്റ്റ് ചെയ്താൽ തന്നെ ഈ പ്രശ്നങ്ങളൊന്നും മാറാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം ചികിത്സയിൽ നമുക്ക് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് ഈ പറഞ്ഞ ഇൻഹേലർ ചികിത്സ, രണ്ട് ഈ പറഞ്ഞ പരിസരം എൻവയോൺമെൻറ്റൽ കൺട്രോൾ. അപ്പം എൻവയോൺമെൻറ്റൽ കൺട്രോൾ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അലർജി ഉണ്ടാക്കുന്ന തുമ്മലുണ്ടാക്കുന്ന സാധനങ്ങളെ നമുക്ക് മാറ്റി നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ട് പിന്നെയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇത് രണ്ടും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കുട്ടിയുടെ പ്രശ്നം പരിഹരിക്കാൻ തോന്നുന്നു. എന്തായാലും ഗുരുതര സ്വഭാവമുള്ളൊരു പ്രശ്നമല്ല. നമ്മൾ ചുമച്ച് ഛർദ്ദിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകുന്ന അവസ്ഥയാണെങ്കിലും നമുക്കത് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം തന്നെയാണ്. എന്തായാലും ഒന്ന് കാണിക്കുക, അതായിരിക്കും നല്ലത്. ഹലോ ഡോക്ടറിലേക്ക് തിരിയെത്താം. ഡോക്ടർ, നമ്മൾ നേരത്തെ സംസാരിച്ചത് കുട്ടികളുടെ ആസ്മ രോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ വാക്സിൻ്റെ കാര്യങ്ങളാണ് ഡോക്ടർ പറഞ്ഞ് നിർത്തിയത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം ഒട്ടുമിക്ക പ്രധാനപ്പെട്ട വാക്സിൻ സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായി നൽകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു വാക്സിനാണ് ന്യൂമോകോക്കൽ വാക്സിൻ. അത് നമ്മൾ ഇപ്പോൾ നൽകി വരാൻ തുടങ്ങിയിട്ടൊരു 3-3.5 വർഷമേ സർക്കാർ മേഖലയിൽ ഒരു 3-3.5 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊരു 3.5 വയസ്സിന് മേളിലുള്ള കുട്ടികൾ മിക്കവാറും ഈ ഒരു ന്യൂമോകോക്കൽ വാക്സിൻ, പ്രധാനപ്പെട്ട വാക്സിൻ ഇതുവരെ ഒരുപക്ഷെ എടുത്തിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത്തരം രോഗങ്ങൾ വന്നാലും അത് സിവിയർ ന്യൂമോണിയ ആവാനും അങ്ങനത്തെ സാധ്യതയുണ്ട്. അപ്പം ഒരു സ്ഥിരമായ ചികിത്സ എടുക്കുന്ന ആസ്മ രോഗികളും അല്ലാതെ വേറെ മറ്റ് ജനിതകമായ മറ്റ് വൈകല്യങ്ങളുള്ളവരും ഹാർട്ടിന് ചെറിയ കഞ്ചനിറ്റൽ ഹാർട്ട് ഡിസീസ് ഇല്ലെങ്കിൽ ഹാർട്ടിന് വൈകല്യമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നിർബന്ധമായും ഈ ന്യൂമോകോക്കൽ വാക്സിൻ നമ്മുടെ ഒരു ശിശുരോഗ വിദഗ്ധനെ കൺസൾട്ട് ചെയ്ത ശേഷം നിങ്ങൾ എടുക്കേണ്ടതാണ്. അതാണ് ഒരു കാര്യം. അത് ഒരു 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആ പ്രശ്നമില്ല. ഈ കാര്യമെല്ലാം സൗജന്യമായി നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് അതിന് മേളിലുള്ള കുട്ടികൾക്ക് നമ്മൾ ഈ ഒരു വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. സാധാരണ കുട്ടികൾക്ക് പോലും എടുക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ ഹൈ റിസ്ക് ആയിട്ടുള്ള കുട്ടികൾ നിർബന്ധമായും ഈ വാക്സിൻ എടുക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞ വാക്സിൻ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസ വാക്സിൻ തന്നെയാണ്. ഇൻഫ്ലുവൻസ വാക്സിൻ നമ്മൾ ആദ്യം എടുക്കുമ്പോൾ നമ്മൾ 2 ഡോസ് എടുക്കാറുണ്ട്. അത് ഒരു 6 മാസത്തിന് ശേഷമുള്ള 6 മാസത്തിന് മുകളിലുള്ള കുട്ടികൾക്ക് നമുക്കിത് എടുക്കാം. അപ്പോൾ അതും ഈ പറഞ്ഞ എല്ലാ കുഞ്ഞുങ്ങൾക്കും എടുക്കുന്നത് നല്ലതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഹൈ റിസ്ക് ഗണത്തിൽപ്പെട്ടുള്ള ഇല്ലെങ്കിൽ കുറച്ച് രോഗപ്രതിരോധ ശേഷി കുറച്ച് കുറവുള്ള കുട്ടികളിൽ അത് വാക്സിൻ നിർബന്ധമായി എടുക്കേണ്ടതാണ്. ഡോക്ടർ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. എറണാകുളത്തു നിന്നും സുകുമാരനാണ്. സുകുമാരൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ നമസ്കാരം. നമസ്കാരം. സാറേ എന്റെ പെങ്ങളുടെ മോനാണ്. അതൊരു 7 വയസ്സ് കഴിഞ്ഞു. അയാളെ അളിഞ്ഞൻ നിങ്ങൾ പറയുന്ന പുകവലിയുടെ ആളാണ്. ഈ പുകവലി ശ്വാസം മുട്ടലിന്റെ രോഗം ഈ പറഞ്ഞ പോലെ ഇൻഹേലർ ഉപയോഗിക്കുന്നതാണ്. എന്നിട്ട് ഈ അടുത്ത് കിടക്കണ ഇതൊക്കെ കത്തിച്ച് ഈ കുഞ്ഞ് ഇത് ഈ അറ്റം കാണിക്കുന്ന പോലെ കാണിക്കുക. അപ്പോൾ ശ്വസിക്കുമ്പോൾ ഭയങ്കര അധികം ശ്വാസം പൊട്ടിച്ചാറ്, അങ്ങനെ ബഹളമൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒരു കാരണമല്ലേ സാറേ? ഈ ഒരു ചോദ്യം ഉന്നയിച്ചതിന് വളരെ നന്ദിയുണ്ട്. ശരിക്കും പുകവലി ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ശരിക്കും ഒരു സാമൂഹ്യ
വിപത്ത് തന്നെയാണ്, അതിനൊരു സംശയവുമില്ല. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഈ പല കുഞ്ഞുങ്ങളെ പരിശോധിക്കുമ്പോൾ പല കുട്ടികളും അടിക്കടിക്കുള്ള കഫക്കെട്ടായിട്ട് ആശുപത്രിയിൽ വരാറുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത് കുട്ടിക്ക് വേറെ ഒരു രോഗപ്രതിരോധ ശേഷിക്ക് പ്രശ്നമില്ല, വേറെ അതർവൈസ് ഒരു വളരെ നോർമലായിരിക്കുന്ന കുട്ടിയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അടിക്കടി കഫക്കെട്ട് വരുന്നതെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വീട്ടിലൊരു പുകവലിക്കാരനായ ഒരു അച്ഛനോ അപ്പൂപ്പനോ ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സ്വന്തമായി പുകവലിക്കുന്നത്, ഈ പറഞ്ഞ വീട്ടിലാരെങ്കിലും പുകവലിക്കുന്നത് പോലും അത് ഭയങ്കര ഭയങ്കര ഒരു ഇറിറ്റൻ്റാണ്. അത് ഈ പറഞ്ഞ നമ്മുടെ ഈ പുക ശരിക്കും നമ്മുടെ നോർമലായിട്ടുള്ള നമ്മുടെ ശ്വാസകോശത്തിലെ ഈ നോർമൽ സീലിയ എന്ന് പറയുന്ന സാധനമുണ്ട്. അത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൂക്ഷ്മമായ ഒരു സംഗതിയാണ്. അപ്പോൾ അതിന് ഈ പറഞ്ഞ ഈ പുക കാരണം, പുകയിൽ അടങ്ങിയിരിക്കുന്ന മാരക രാസപദാർത്ഥങ്ങൾ കാരണം അതിൻ്റെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുകയും അത് പല രോഗാണുക്കൾക്കും അവിടെ താമസിക്കാനും അവിടെ അണുബാധ ഉണ്ടാക്കാനും ഉള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പം പലപ്പോഴും നമുക്ക് വിട്ടുമാറാത്ത ആസ്മയ്ക്കും ഈ പറഞ്ഞ പ്രശ്നങ്ങളാണ്. ഈ പുകവലി അതേപോലെ തന്നെ പ്രശ്നമാണ്. ഈ പല സാമ്പ്രാണിത്തിരികളും കൊതുക് തിരികളും വീട്ടിലെ പാചകത്തിനുള്ള ഉപയോഗിക്കുന്ന ആ പുകയായാലും പല കുട്ടികൾക്കും അത് പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ സിഗരറ്റ് പുക ഒരു പ്രത്യേക ഒരു കാറ്റഗറി തന്നെയാണ്, അത് വളരെ ഡേഞ്ചറസ് ആണ്. ബാക്കിയുള്ള പുക നമുക്ക് പൊട്ടൻഷ്യലി പ്രശ്നമാണ്, എന്നാലും നമുക്ക് അത് ഒരു വിധത്തിലെങ്കിലും കൊണ്ടുപോകാം. പക്ഷേ മൊത്തത്തിൽ അത് രണ്ടും മാറ്റുന്നത് തന്നെയാണ് നല്ലത്. പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, അതുപോലെ തന്നെയുള്ളൊരു സംശയമാണ്, നമ്മുടെ കുട്ടികൾ ശ്വാസകോശ സംബന്ധമായ രോഗത്തെ തുടർന്ന് ഒരുപാട് ലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഏതാണ്? ഏതൊരു ഘട്ടത്തിലാണ് നമ്മൾ ഡോക്ടറെ കാണേണ്ട ഒരു സാഹചര്യം വരുന്നത്? സാധാരണഗതിയിൽ നമുക്ക് എല്ലാ ശ്വാസകോശ രോഗങ്ങളും, നമ്മൾ പ്രധാനമായിട്ട് ഇൻഫെക്ഷനെ കുറിച്ച് പറയുന്നത്, മിക്കവാറും സാധാരണ ചെറിയൊരു ജലദോഷമായിട്ടായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ ചെറിയ ഒരു മൂക്കൊലിപ്പ്, വെള്ളം പോലെ ഒലിച്ചിറങ്ങുന്ന അവസ്ഥ, പിന്നീട് അത് കുറച്ച് കട്ടിയാവുന്നു, അതിനോടൊപ്പം തന്നെ ചെറിയ പനിയും ആരംഭിക്കുന്നു, ആ പനി പിന്നെ അധികരിച്ച് വരുന്നു, പിന്നെ അതിനോടൊപ്പം തന്നെ ചുമയും ആരംഭിക്കുന്നു. ഇതാണ് ഒരു നോർമൽ, സാധാരണഗതിയിൽ ബഹുഭൂരിഷം കുട്ടികളിലും കാണുന്ന അസുഖങ്ങളുടെ ഒരു പാറ്റേൺ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുട്ടിക്ക് ഈ പനി തുടങ്ങിക്കഴിഞ്ഞു. പനി നമുക്ക് ഇപ്പോൾ വീട്ടിൽ മിക്കവാറും എല്ലാവരും ആൾക്കാർ തെർമോമീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പനി അളന്ന് നോക്കാം. അപ്പോൾ ഒരു 102 ഡിഗ്രിക്ക് മുകളിൽ പനി ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതൊരു കുറച്ചുകൂടെ ഗൗരവമുള്ള ഒരു പനിയാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പാരസെറ്റമോൾ മരുന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കൃത്യം അളവിൽ ഡോക്ടർ പറഞ്ഞ അളവിൽ നമ്മൾ മരുന്ന് കൊടുത്തിട്ടും എല്ലാ 6 മണിക്കൂറിനോട്ടാണ് സാർ നമ്മൾ മരുന്ന് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ 6 മണിക്കൂറോട്ട് മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നിട്ടും കുട്ടിക്ക് അതിന് മുമ്പേ തന്നെ പനി വരിക, ഒരു 48 മണിക്കൂറിന് ശേഷവും ഇതേ ഒരു പാറ്റേണിൽ പനി നിൽക്കുക. അതായത് പനി നല്ല ശക്തിയായ പനി വരിക, 102 മുകളിൽ പോവുക, 6 മണിക്കൂർ ആകുന്നതിന് മുമ്പ് പിന്നെയും പനി വരിക. അതല്ല, പനി കുറയുന്ന അവസരത്തിൽ തന്നെ കുട്ടി, സാധാരണ ഒരു വൈറൽ പനിയൊക്കെ ആണെങ്കിൽ പനി കുറയുമ്പോൾ തന്നെ കുട്ടികൾ പുറത്തിറങ്ങി കളിക്കാനായിട്ട് പോകും. പനി ഉള്ള സമയത്ത് കിടപ്പായിരിക്കും, പനി കുറയുമ്പം ചാടി കളിക്കാനായിട്ട്. പക്ഷേ ആ ഒരവസ്ഥ മാറിയിട്ട് പനി കുറഞ്ഞിരിക്കുമ്പോഴും കുട്ടി വളരെ ക്ഷീണത്തോടെയും മയക്കത്തോടെയും ഇരിക്കുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 48 മണിക്കൂറിൽ ഈ ഒരവസ്ഥയിൽ പനി നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ടതാണ്. അപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ നമുക്ക് വീട്ടിൽ ചികിത്സിക്കുന്നത് ഒരു സേഫാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യം പറയുകയാണെങ്കിൽ വളരെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ വളരെ അടുത്ത് തന്നെയുണ്ട്. അതുമല്ലെങ്കിൽ ഓൺലൈൻ സേവനങ്ങൾ, ദിശ പോലുള്ള സേവനങ്ങൾ അവൈലബിളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. അപ്പോൾ ഈ ഒരു പനിയുടെ കാര്യം മാത്രമാണെങ്കിൽ ഒരു 48 അവേഴ്സിൽ കൂടുതൽ വീട്ടിൽ ചികിത്സിക്കുന്നത് സേഫല്ല. പിന്നീട് വേറെ അല്ലാതെ തന്നെ അതിന് മുമ്പേ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ചില കുട്ടികൾക്ക് ഈ 48 മണിക്കൂറുള്ള അതിന് മുമ്പേ തന്നെ അപകട അവസ്ഥയിലേക്ക് പോകാം. അതായത് ശ്വാസം വളരെ സ്പീഡിലെടുക്കുന്ന അവസ്ഥ. അപ്പോൾ നമ്മൾ ഡോക്ടർ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്, സമയപരിമിതി മൂലം ഇടപെടുകയാണ്. കുട്ടികളിലെ ശ്വാസകോശ രോഗങ്ങളെക്കുറിച്ചും ഇതിൻ്റെ ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമ്മളോടൊപ്പം സംശയങ്ങൾക്കുള്ള മറുപടിയായി എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ SAT ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ KC ശ്രീജിത്ത് കുമാറാണ്. ഡോക്ടർ നന്ദി. നന്ദി. ഹലോ ഡോക്ടർ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.